നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് SQLൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും നമ്മൾ ടോപ്പിക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പറയാൻ പറ്റുന്ന ടോപ്പിക്കിലൂടെ എൻ്റെ കൂടെ ഒപ്പം പറഞ്ഞു പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഡസ് SQL സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് SQL എന്ന് പറഞ്ഞാൽ? SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് SQL. അപ്പോൾ SQL സ്റ്റാൻഡ്സ് ഫോർ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് SQL സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ഡേറ്റ ഫ്രം എ ഡേറ്റാബേസ്? ഒരു ഡേറ്റാബേസിൽ നിന്നും ഡേറ്റാസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? സെലക്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞു ഡേറ്റാബേസിൽ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഒരു ഡേറ്റാബേസ് ഉണ്ടെന്ന് വെച്ചോ, അവിടെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കാണും, ടീച്ചേഴ്സിൻ്റെ ഡേറ്റെയിൽസ് കാണും, അതുപോലെ തന്നെ അവിടുത്തെ ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് കാണും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ആകുന്നത് ഈ സ്റ്റുഡൻറ്റ് ടേബിളിലാണ്. അപ്പോൾ അതിൽ നിന്നും സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാത്രം ഡീറ്റെയിൽ എടുക്കണമെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെലക്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് വേണമെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്നാണ് ടേബിളിൻ്റെ പേരെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് സെലക്ട് സ്റ്റാർ കൊടുക്കും. എല്ലാ ഡീറ്റെയിൽസും വേണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം. അതിന് ശേഷം നമ്മൾ ടേബിളിൻ്റെ പേര് കൊടുക്കും. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്നാണ് ടേബിളിൻ്റെ പേരെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സെലക്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് SQL സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു അപ്ഡേറ്റ് ഡേറ്റ ഇൻ ദ ഡേറ്റാബേസ്? അതായത് ഡേറ്റാബേസിലെ ഏതെങ്കിലും ഒരു ഡേറ്റയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻ്റാണ് യൂസ് ചെയ്യുന്നത്? അപ്ഡേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഡേറ്റാബേസിൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് 3 ലാംഗ്വേജസ് ഉണ്ട്. ആ 3 ലാംഗ്വേജസ് ആണ് DDL, ഫുൾ ഫോം എഴുതാൻ ചോദിക്കുക എക്സാമിന്. DDL എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. DML അടുത്തത് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അടുത്തത് DCL ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആൻഡ് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇത് 3 ഫുൾ ഫോം എക്സാമിനുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഡേറ്റാബേസിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പോൾ ഈ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിലും യൂസ് ചെയ്യുന്ന 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്. ഇത് 3ഉമാണ് DDL എന്ന് പറയുന്ന ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്. അപ്പോൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്രിയേറ്റ്. ആൾട്ടർ എന്ന് പറഞ്ഞാൽ ആ ടേബിളിലെ വാല്യൂസ്, അതായത് കോളമോ റോയോ ഏതെങ്കിലും നമ്മൾ കോളം വാല്യൂസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൾട്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇനി 3ാമത്തേത് ഡ്രോപ്പ് ആണ്. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ടേബിൾ അല്ലെങ്കിൽ ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത 2ാമത്തെ ലാംഗ്വേജ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ ടേബിളിൽ അല്ലെങ്കിൽ ഡേറ്റാബേസിലുള്ള റെക്കോർഡ്സിൽ നമ്മൾ ചേഞ്ചസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇതിൽ വരുന്നതാണ് നമ്മുടെ സെലക്ട് കമാൻഡ്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡിലീറ്റ്. ഇതെല്ലാമാണ് നമ്മുടെ DML വരുന്നത്. സെലക്ട് എന്ന് പറഞ്ഞാൽ ടേബിളിലെ ഡേറ്റാസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി, എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയ ഒരു സ്കൂളിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കുട്ടി ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ ആ കുട്ടിയുടെ ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം? ആ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. അപ്പം നമുക്ക് അയാളുടെ ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്തു, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിനെ ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അയാളുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡേറ്റാബേസിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്.
പിന്നെ മൂന്നാമത്തെ ലാംഗ്വേജ് നമ്മൾ പറഞ്ഞാൽ DCL ആണ്, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇതിൽ യൂസ് ചെയ്യുന്ന 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഗ്രാൻഡ് ആൻഡ് റിവോക്ക് എന്ന് പറയും. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതും ഈ പെർമിഷൻ തിരിച്ചെടുക്കുന്നതുമാണ് റിവോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ലാംഗ്വേജിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ സ്റ്റേറ്റ്മെൻ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റാബേസിൽ അല്ലെങ്കിൽ SQL സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുകയും ചേഞ്ചസ് വരുത്തുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നോക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് SQL സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ്? ഒരു ഡേറ്റാബേസിൽ നിന്നും ഡേറ്റാസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡിലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് SQL സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ന്യൂ ഡേറ്റ ഇൻ ദ ഡേറ്റാബേസ്? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പുതിയ ഒരു ഡേറ്റാബേസിലേക്ക് ഇൻസേർട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഇൻസേർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഇൻസേർട്ട് ന്യൂവും ഇൻസേർട്ട് ഇൻറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസേർട്ട് ഇൻറ്റു ആണ്. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ടേബിളിൽ പോകണമെങ്കിൽ ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്, അങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് SQL, how do you select a column named first name from a table named person? നമുക്കൊരു ടേബിൾ ഉണ്ട്, ടേബിളിൻ്റെ പേര് പേഴ്സൺ എന്നാണ്. അതിലൊരു കോളം ഉണ്ട് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത്. അപ്പം ഈ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന കോളം നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സെലക്ട് ചെയ്യാൻ നമുക്കറിയാം, സെലക്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സെലക്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് നെയിം. അപ്പോൾ സെലക്ട് ഫസ്റ്റ് നെയിം എവിടെ നിന്നാണ്? പേഴ്സൺ എന്ന് പറയുന്ന ടേബിളിൽ നിന്നും, ഫ്രം പേഴ്സൺ. സെലക്ട് ഏത് കോളമാണോ ആ കോളം നെയിം കൊടുക്കുക, അതിനുശേഷം ഫ്രം, അതിനുശേഷം ടേബിൾ നെയിം. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്, സെലക്ട് ഫസ്റ്റ് നെയിം ഫ്രം പേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിത്ത് SQL ഹൗ ഡു യു സെലക്ട് ഓൾ ദ കോളംസ് ഫ്രം എ ടേബിൾ നെയിംഡ് പേഴ്സൺ? പേഴ്സൺ എന്ന് പറയുന്ന ടേബിളിലെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ കോളവും നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യും? എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺസ്. അടുത്തത്, വിത്ത് SQL ഹൗ ഡു യു സെലക്ട് ഓൾ ദ റെക്കോർഡ്സ് ഫ്രം ദ ടേബിൾ നെയിംഡ് പേഴ്സൺ? പേഴ്സൺ എന്ന് പറയുന്ന ടേബിളിലെ എല്ലാ റെക്കോർഡ്സും എല്ലാം വേണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? സ്റ്റാർ യൂസ് ചെയ്യും. ഇനി വെയർ ദ വാല്യൂ ഓഫ് ദ കോളം ഫസ്റ്റ് നെയിം ഈസ് പീറ്റർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോളത്തിൻ്റെ ഏതാ? ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന കോളത്തിലെ പീറ്റർ എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് എല്ലാമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കണ്ടേ? എല്ലാ ഡീറ്റെയിൽസും വേണം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ, ടേബിളിൻ്റെ പേര് കൊടുക്കുക. വെയർ, ഇനി എവിടെയാണ്? വെയർ ഫസ്റ്റ് നെയിം ഈക്വൽ പീറ്റർ. ഫസ്റ്റ് നെയിം എന്താണ്? പീറ്റർ എന്നാണ്. അപ്പം സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ വെയർ ഫസ്റ്റ് നെയിം ഈക്വൽ പീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് SQL ഹൗ ഡു യു സെലക്ട് ഓൾ ദ റെക്കോർഡ്സ് ഫ്രം എ ടേബിൾ നെയിംഡ് പേഴ്സൺ? അപ്പോൾ പേഴ്സൺ ടേബിളിൽ നിന്നും എല്ലാ റെക്കോർഡ്സും സെലക്ട് ചെയ്യണം. വെയർ ദ വാല്യൂ ഓഫ് ദ കോളം ഫസ്റ്റ് നെയിം സ്റ്റാർട്ട് വിത്ത് A. അവിടെ എന്താണ്? ഫസ്റ്റ് നെയിം A വെച്ച് തുടങ്ങുന്നവരുടെ ഡീറ്റെയിൽസ് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കൊടുക്കാം? സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ വെയർ ഫസ്റ്റ് നെയിം ലൈക്ക് നമ്മൾ യൂസ് ചെയ്യും. ലൈക്ക് A% കണ്ടോ, എയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കും? A%. അപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് നെയിം എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർ ഓപ്പറേറ്റർ ഡിസ്പ്ലേ റെക്കോർഡ് ഇഫ് എനി കണ്ടീഷൻ ലിസ്റ്റഡ് ആർ ട്രൂ. ഓർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യും. ദ ആൻഡ് ഓപ്പറേറ്റർ ഡിസ്പ്ലേ റെക്കോർഡ് ഇഫ് ഓൾ ദ കണ്ടീഷൻ ലിസ്റ്റഡ് ആർ ട്രൂ. നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ആൻഡ് ഓപ്പറേറ്റർ ഡിസ്പ്ലേ ചെയ്തുള്ളൂ. ഇത് ട്രൂ ഓർ ഫാൾസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓർ ഓപ്പറേറ്റർ എന്ന് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ട്രൂ വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, വിത്ത് SQL ഹൗ ഡു യു സെലക്ട് ഓൾ റെക്കോർഡ്സ് ഫ്രം ദ ടേബിൾ നെയിംഡ് പേഴ്സൺ? ടേബിളിൻ്റെ പേര് പേഴ്സൺ എന്നാണ്. എല്ലാ റെക്കോർഡും സെലക്ട് ചെയ്യണം. ഫസ്റ്റ് നെയിം ഈസ് പീറ്റർ. എന്താണ്? ഫസ്റ്റ് നെയിം പീറ്റർ ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം ഈസ് ജാക്സൺ. അപ്പം നേരത്തെ നമ്മൾ ഫസ്റ്റ് നെയിം മാത്രമേ കൊടുത്തുള്ളൂ. ഇവിടെ ഫസ്റ്റ് നെയിം പീറ്ററും ലാസ്റ്റ് നെയിം ജാക്സണുമായിട്ടുള്ള ആളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വേണം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ വെയർ ഫസ്റ്റ് നെയിം ഈക്വൽ പീറ്റർ ആൻഡ് ലാസ്റ്റ് നെയിം ഈക്വൽ ജാക്സൺ. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്ത നോക്കാം.
With SQL, how do you select all the records from a table named person where last name is alphabetically between and including Hansen and Peterson? അതായത് എല്ലാ റെക്കോർഡും സെലക്ട് ചെയ്യണ പേഴ്സൺ ടേബിളിൽ നിന്നും അവിടെ എന്താണ് നോക്കേണ്ടത്? ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഹാൻസണിൻ്റെയും പീറ്റേഴ്സണിൻ്റെയും ഇടയിൽ വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ്. അത് ആൽഫബറ്റിക്കലി എടുക്കുമ്പോൾ എച്ച് മുതൽ പി വരെ, ഇതിൽ ഹാൻസണും വരണം പീറ്റേഴ്സണും വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, എല്ലാ റെക്കോർഡും വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ വെയർ ലാസ്റ്റ് നെയിം ബിറ്റ്വീൻ, എവിടെ മുതൽ എവിടെ വരെ ബിറ്റ്വീൻ ആണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഹാൻസൺ ആൻഡ് പീറ്റേഴ്സൺ, ഹാൻസൻ്റെയും പീറ്റേഴ്സിൻ്റെയും ഇടയിലുള്ള ലാസ്റ്റ് നെയിം ഹാൻസൻ്റെയും പീറ്റേഴ്സിൻ്റെയും ഇടയിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം സെലക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് SQL സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു റിട്ടേൺ ഓൺലി ഡിഫറൻറ്റ് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് SQL കീവേഡ് ഈസ് യൂസ്ഡ് ടു സോർട്ട് ദ റിസൾട്ട് സെറ്റ്? റിസൾട്ടിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കീവേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഓർഡർ ബൈ. അപ്പോൾ നമുക്കൊരു ഓർഡറിൽ വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, വിത്ത് SQL ഹൗ ക്യാൻ യു റിട്ടേൺ ഓൾ ദ റെക്കോർഡ്സ് ഫ്രം എ ടേബിൾ നെയിംഡ് പേഴ്സൺ സോർട്ടഡ് ഡിസെൻഡിങ് ബൈ ഫസ്റ്റ് നെയിം. അപ്പം നമുക്ക് ഫസ്റ്റ് നെയിം ഡിസെൻഡിങ് ഓർഡറിലുള്ള നമുക്ക് ഡീറ്റെയിൽസ് വേണം പേഴ്സൺ ടേബിളിൽ നിന്നും. എങ്ങനെയാണ് കൊടുക്കണ്ടേ? സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ ടേബിളിൽ നിന്നും എല്ലാം സെലക്ട് ചെയ്യുക. ഓർഡർ ബൈ, നമ്മൾ പറഞ്ഞു നേരത്തെ ഓർഡർ ബൈ. എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് നെയിം DESC, ഡിസെൻഡിങ് ഓർഡറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DESC എന്ന് കൊടുത്തേക്കുന്നത്. ഏതാണ് ഡിസെൻഡിങ് ഓർഡറിൽ വരേണ്ടത്? ഫസ്റ്റ് നെയിം ആണ് ഡിസെൻഡിങ് ഓർഡറിൽ വരേണ്ടത്. അടുത്ത് നോക്കിയേ, വിത്ത് SQL ഹൗ ക്യാൻ യു ഇൻസർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ എ പേഴ്സൺ ടേബിൾ? എങ്ങനെയാണ് ഒരു പുതിയ റെക്കോർഡ് നമ്മൾ ചെയ്യുന്നത്? പുതിയ റെക്കോർഡ് ഇൻസർട്ട് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇൻസർട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻസർട്ട് ഇൻറ്റു കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ടേബിൾ നെയിം കൊടുക്കണം. നമ്മുടെ ടേബിളാണ് പേഴ്സൺസ്. ഇൻസർട്ട് ഇൻറ്റു പേഴ്സൺസ്. അതിനുശേഷം ഏതൊക്കെ വാല്യൂ ആണോ ഇൻസർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ഇതുപോലെ കൊടുക്കും. വാല്യൂസ് കൊടുത്തിട്ട് പരാന്തസിസിൽ ഏതൊക്കെ വാല്യൂസ് ആണെന്നുള്ളത് കോമയിട്ട് കൊടുക്കും. ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം കോമ ലാസ്റ്റ് നെയിം. ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഏജ് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കോമയിട്ട് കൊടുക്കാം. ഇനി നോക്കിയേ, വിത്ത് SQL ഹൗ ക്യാൻ യു ഇൻസേർട്ട് ഒൽസൺ ആസ് ദ ലാസ്റ്റ് നെയിം ഇൻ ദ പേഴ്സൺസ് ടേബിൾ? പേഴ്സൺ ടേബിളിൽ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഒൽസൺ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻസേർട്ട് ഇൻറ്റു പേഴ്സൺ ടേബിളിലാണ് ലാസ്റ്റ് നെയിം കൊടുക്കുക. വാല്യൂസ് ഒൽസൺ, ലാസ്റ്റ് നെയിം വാല്യൂസ് എന്ന് പറയുന്നത് എന്താക്കണം? ഒൽസൺ എന്ന് ആക്കണം. ഇനി ഹൗ ക്യാൻ യു ചേഞ്ച് ഹാൻസൺ ഇൻറ്റു നിൽസൺ ഇൻ ദ ലാസ്റ്റ് നെയിം കോളം ഇൻ ദ പേഴ്സൺ ടേബിൾ? പേഴ്സൺ ടേബിളിൽ ലാസ്റ്റ് നെയിം കോളത്തിൽ നിൽസൺ എന്നാക്കണം. ഹാൻസൺ ഉള്ളിടത്ത് ചേഞ്ച് ചെയ്ത് നിൽസൺ എന്ന് ആക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കൊടുക്കുന്നത്? ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്? ഇവിടെ എല്ലാം അപ്ഡേറ്റ് മോഡിഫൈ ഉണ്ട്. ഏതാണ്? അപ്ഡേറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ഡേറ്റ്? ഏത് ടേബിളിലാണ്? പേഴ്സൺ ടേബിളിൽ സെറ്റ് ചെയ്യുക. സെറ്റ് ലാസ്റ്റ് നെയിം ഈക്വൽ ടു നിൽസൺ. ലാസ്റ്റ് നെയിം എന്താക്കണം? നിൽസൺ എന്നാക്കണം. വെയർ, എവിടെയാണ് വെയർ ലാസ്റ്റ് നെയിം ഈക്വൽ ഹാൻസൺ. അപ്പോൾ എന്ത് ചെയ്യും? ലാസ്റ്റ് നെയിം ഹാൻസൺ എന്നുള്ളിടത്ത് എന്തായിട്ട് മാറും? നിൽസൺ എന്ന് മാറും. ബാക്കി ഓപ്ഷൻസ് കൂടി നിങ്ങളൊന്ന് നോക്കിയേക്കണേ എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്നുള്ളത്. ഞാൻ ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് SQL ഹൗ ക്യാൻ യു ഡിലീറ്റ് ദ റെക്കോർഡ്സ് വെയർ ഫസ്റ്റ് നെയിം ഈസ് പീറ്റർ ഇൻ ദ പേഴ്സൺ ടേബിൾ? പേഴ്സൺ ടേബിളിൽ ഫസ്റ്റ് നെയിം പീറ്റർ ആയിട്ടുള്ള ആളുടെ റെക്കോർഡ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. എങ്ങനെ ഡിലീറ്റ് ചെയ്യും? ഡിലീറ്റ് ഫ്രം പേഴ്സൺ. എവിടെ നിന്നാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? പേഴ്സൺ ടേബിളിൽ നിന്നും. വെയർ ഫസ്റ്റ് നെയിം ഈക്വൽ പീറ്റർ ഇങ്ങനെ കൊടുത്താൽ മതി. എങ്ങനെയാണ്? ഡിലീറ്റ് ഫ്രം പേഴ്സൺ ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. എവിടെയാണ്? ഫസ്റ്റ് നെയിം ഈക്വൽ പീറ്റർ. ഫസ്റ്റ് നെയിം പീറ്റർ ആയിട്ടുള്ള, അപ്പോൾ ആ പീറ്ററുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിന്നും ഡിലീറ്റ് ആകും. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് SQL ഹൗ ക്യാൻ യു റിട്ടേൺ ദ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ പേഴ്സൺ ടേബിൾ? ഒരു പേഴ്സൺ ടേബിളിൽ എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് ഉണ്ട്? ഇപ്പോൾ 100 200 എത്രയും ആളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് ആ ടേബിളിൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? കൗണ്ട് യൂസ് ചെയ്യാം. സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം പേഴ്സൺസ്.
എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി അടുത്തത് വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ജോയിൻ? മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ജോയിൻ ഏതാണ്? ഇന്നർ ജോയിൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് എസ്ക്യൂല് അതുപോലെ തന്നെ DBMസിൽ നമ്മൾ പലതരത്തിലുള്ള ജോയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നർ ജോയിൻ ഉണ്ട്, ഔട്ടർ ജോയിൻ ഉണ്ട്, ലെഫ്റ്റ് ജോയിൻ ഉണ്ട്, ഇക്യു ജോയിൻ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ജോയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ജോയിൻ എന്ന് പറയുന്നത് ഇന്നർ ജോയിൻ ആണ്. അടുത്തത് വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു സെലക്ട് വാല്യൂസ് വിതിൻ എ റേഞ്ച്? ഒരു റേഞ്ചിലുള്ള വാല്യൂസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബിറ്റ്വീൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാൻസനും പീറ്റേഴ്സനും അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് കിട്ടണമെങ്കിൽ നമ്മൾ ഏതായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്തിരുന്നത്. അടുത്തത് ദ നോർഡിനൽ കൺസ്ട്രെയിൻ എൻഫോഴ്സസ് എ കോളം ടു നോട്ട് ആക്സെപ്റ്റ് നൾ വാല്യൂ. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? നോട്ട് നൾ എന്ന് പറഞ്ഞാൽ അത് നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് നോട്ട് നൾ കൺസ്ട്രെയിൻ പറയുന്നത്. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ്. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്തിരിക്കണം? ഒരു വാല്യൂ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ പ്രൈമറിക്ക് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഒരു ടേബിളിൽ ഓരോരുത്തരെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറിക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രൈമറി കീ ഉണ്ടെങ്കിൽ ആ ഒരു ഓരോരുത്തരെയും നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രൈമറി കീ വാല്യൂ നള്ളായി കഴിഞ്ഞാൽ യുണീക്കായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ എന്ത് വന്നിരിക്കണം? ഒരു വാല്യൂ വന്നിരിക്കണം, യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വാല്യൂ വന്നിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു കോളം നമ്മൾ നോട്ട് നൾ കൺസ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മസ്റ്റായിട്ടും വാല്യൂ ഉണ്ടായിരിക്കണം. അവിടെ നൾ വാല്യൂ വരാൻ പാടില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ട്രൂ ആണ്. അടുത്തത് വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു സെർച്ച് ഫോർ എ സ്പെസിഫൈഡ് പാറ്റേൺ ഇൻ എ കോളം? ഒരു കോളത്തിൽ ഒരു സ്പെസിഫൈഡ് പാറ്റേണിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ലൈക്കിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ നേരത്തെ മുന്നിൽ പറഞ്ഞിരുന്നു. ഇനി വിച്ച് SQL സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡേറ്റാബേസ് ടേബിൾ കാൾഡ് കസ്റ്റമർ? അപ്പോൾ ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ചെയ്യേണ്ടുന്നത് ഡേറ്റാബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ക്രിയേറ്റ് ടേബിൾ നെയിം. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്രിയേറ്റ് ടേബിൾ നെയിം. എന്താണോ പേര് ആ പേര് കൊടുക്കുക. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ഇത് ഡേറ്റാബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്ത് കൊടുക്കും? ക്രിയേറ്റ് ടേബിൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. അപ്പം SQLന് ചോദിക്കാൻ പറ്റിയിട്ടുള്ളതും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മാക്സിമം നമ്മുടെ എക്സാമിന് ഇനി ഒരു ദിവസം കൂടെയൊക്കെ ഉള്ളൂ. അപ്പം മാക്സിമം നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ ടോപ്പിക്കെല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എല്ലാ ടോപ്പിക്കിൽ നിന്നും ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ PDF നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്